എന്താടി നീ വീണ്ടും പരീക്ഷ എഴുതാൻ പോണ? എന്താ ഭയങ്കര പരിപാടിയാണല്ലോ ഇവിടെ. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാരെ. അപ്പം നമ്മുടെ റംസാൻ ഡയറ്റ് ചാർട്ടാണ് നോക്കിയേ. അപ്പം നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാനും പഠിക്കണം അല്ലേ? അപ്പം ഞാനും പഠിക്കണം. പഠിച്ചാൽ മാത്രമേ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, കുട്ടിയായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മുടെ നോമ്പെന്ന് പറയുന്നത് ഒരു ഫാസ്റ്റിങ് നല്ലൊരു മാസമാണ്. അപ്പം എല്ലാവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്ക് ഒന്നും കൂടെ നല്ല ഫാസ്റ്റിലൊരു റിസൾട്ട് ഉണ്ടാകുന്ന മാസമാണ്. പക്ഷേ നമ്മളവിടെ എന്ത് ചെയ്യും? നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് കണ്ടതും കടച്ചതും ഷുഗറും അതുപോലെ തന്നെ കിട്ടുന്ന ജ്യൂസും ഫ്രൈ ഐറ്റംസും എല്ലാം കൂടെ അങ്ങ് വാരി വലിച്ച് കഴിക്കുമല്ലേ? അവിടെയാണ് നമ്മുടെ ആ ഫാസ്റ്റിങ്ങിൽ ഒരു റിസൾട്ട് ഇല്ലാതായി പോകണത്. എനിക്ക് തോന്നുന്നു സാധാരണ മാസത്തേക്കാളും എണ്ണയും പഞ്ചസാരയും ചിലവുള്ള ഒരു മാസവും അതിനേക്കാൾ കൂടുതൽ വെയിറ്റ് കൂടുന്ന ഒരു മാസമാണ് നമ്മുടെ നോമ്പെന്ന് പറയുന്നത്. അപ്പം നോമ്പിന് നമ്മുടെ ഡയറ്റ് ചാർട്ടാണിത്. നമ്മുടെ ബാച്ചുകളിലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഇൻഷാ അല്ലാ ഡയറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് പക്കായിട്ട് ഫോളോ ചെയ്ത് പോയാൽ ഈ നോമ്പിന് ഒരു 3 മുതൽ ഒരു 5 കിലോ വരെ നല്ല നൈസായിട്ട് നമുക്ക് കുറച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം? നോമ്പ് തുറക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ കഴിച്ച് ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഡയറ്റ് ചാർട്ടിലുണ്ട്. ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാവർക്കുമായിട്ട് നമ്മളിത് ഷെയർ ചെയ്യും. അപ്പം ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം ഡയറ്റ് ചെയ്യാൻ. പക്ഷേ ഞാൻ ഇത്തവണ ചലഞ്ചിനില്ല. കാര്യം എൻ്റെ നടുവിന് പണി കിട്ടി. ഒരു എന്താ പറയുക, ആയുർവേദ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ കുറേ പഥ്യം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് പാലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. എനിക്ക് വെയിറ്റ് കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം നമ്മൾ ഉഷാറാക്കുകയല്ലേ നമ്മുടെ നോമ്പിന്. ആ ഒരു നല്ല മാസം, നല്ലൊരു പുണ്യമാസമാണ് ആ മാസം. നമുക്ക് നോമ്പ് പിടിച്ച് അതിനോടൊപ്പം തന്നെ നല്ല മാഷാ അല്ലാ നല്ല മടുപ്പില്ലാതെ നമ്മുടെ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഓക്കെ ഉള്ളവരെല്ലാവരും ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകണം കേട്ടോ.